ഭംഗിയായിട്ട് ആ റൂട്ട് ഫുള്ള് ഫിക്സായി. ഇത് നമ്മളുടെ ഇവിടെ കിടന്ന പഴയ ഒരു തെർമോക്കോളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ വരുവാണ് ഫെബ്രുവരി 14. അപ്പം നമുക്ക് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഷോ ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വിനി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു പ്ലാന്റ് ഹാങ്ങറിനോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അതിനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ട്, ഇതൊരു പഴയ ഫ്രെയിമാണ്. നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ കാറിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ബൊക്കയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ വയ്ക്കുന്ന സംഭവമാണിത്. ഇതൊരു ടൈപ്പ് ഇതിന് വെള്ളം പിടിച്ച് നിർത്തുന്ന ഒരു ടൈപ്പ് സ്പോഞ്ചാണ്. അപ്പോൾ അതൊക്കെ പോയി ജസ്റ്റ് ഫ്രെയിം മാത്രം കിട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളുടേതായ ഒരു ഐഡിയയിൽ ഒരു പ്ലാൻ ഫ്രെയിം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഫസ്റ്റ്. ഇത് കണ്ടോ, നേരത്തെ ആ ബൊക്കയുടെയൊക്കെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ. ഇത് സംഭവം നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ തൊടാൻ ഇങ്ങനെ കിരികിരാന്ന് നല്ല ഒരു സോഫ്റ്റാണ് സംഭവം. പക്ഷേ ഇതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇതിനകത്ത് പ്ലാന്റ് വയ്ക്കാം. പക്ഷേ ഇത് നമുക്ക് കിട്ടുന്നില്ല, ഇത് എവിടെ അവൈലബിൾ എന്നൊന്നും നമുക്കത്ര പിടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് തെർമോക്കോൾ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ ചെയ്തതാണ് ഈ ഒരു വുഡിൻ്റെ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ പ്ലാന്റ് വെച്ചത്. അത് നമ്മൾ ഓർക്കിഡ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അന്ന് വെച്ചതാണ്, ഒരെണ്ണം ഞാൻ എനിക്കായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പ്ലാന്റ്. ഇപ്പോൾ ഫ്ലവർ ഇല്ല, ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് നിൽക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ആ റൂട്ട് ഫുള്ള് ഫിക്സായി. അപ്പോൾ നമ്മളിന്ന് ഇത് ഈ ഒരു ഫ്രെയിമിൽ എയർ പ്ലാന്റ്സ് വെച്ചിട്ട് ഈ തെർമോക്കോളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ തെർമോക്കോൾ ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് ഫ്രെയിം ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ തെർമോക്കോൾ അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഷോർട്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ കുറച്ച് എളുപ്പം. ഫസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് ലൈൻ ചെയ്തെടുക്കണം, ഈ ഒരു ഷേപ്പ്. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഇനി നമുക്കിതിനെ ഈ ഒരു ലൈനിൽ കട്ട് ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. അങ്ങനെ നമ്മളുടെ ഹാർട്ട് ഷേപ്പിലുള്ള ഫ്രെയിം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ ഈ ഒരു ഫ്രെയിം കറക്റ്റ് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ ആ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണല്ലോ ഇതിലോട്ട് ഇതിനെ ഫിക്സ് ചെയ്യാം.
കണ്ടോ ഇതുപോലെ ഫിക്സ് ആയിട്ട് വെക്കാം. ഇനി അത് ഹാങ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ത്രെഡ് ഇട്ടിട്ട് ഹാങ് ചെയ്യാം. ഇനി പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ക്രോസിനായിട്ട് നമ്മൾ ഒരു ടൈ ചെയ്തേക്കുന്നത് ഈ തെർമോക്കോൾ ഇളകി പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഒരു എൻഡിൽ നിന്ന് ഈ എയർ പ്ലാന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടിലാൻഷ്യയുടെ വയലറ്റ് റെഡും കൂടെ വരുന്ന ഷെയ്ഡിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇതൊട്ടും തന്നെ ഡാമേജ് ആവാതെ ഓരോ സൈഡായിട്ട് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ചെറിയ മുട്ടുസൂചി വെച്ചിട്ട് ഒരു ലീഫിൻ്റെ പോർഷനിൽ മാത്രം മുട്ടുസൂചി വയ്ക്കുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കാം. അതാകുമ്പോൾ പ്ലാന്റിന് ഡാമേജ് വരുത്തുമില്ല, പ്ലാന്റ് നല്ല ഫിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ തെർമോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ പെർലൈറ്റ് തെർമോക്കോളിൻ്റെ ഒരു വെർഷനാണ്, വേറൊരു പ്രോഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് തെർമോക്കോളിൽ വലിയ പ്രശ്നം വരുത്തുമില്ല. ഇതിൻ്റെ റൂട്ടുകൾ തെർമോക്കോളിൽ പിടിക്കാനും ഒക്കെ നന്നായിട്ട് പിടിച്ചിരിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് തെർമോക്കോൾ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് അത്യാവശ്യം എക്സ്പെൻസീവാണ്, കാരണം ഇത്രയും അധികം എയർ പ്ലാന്റ്സ് വരുവാണ് ഇത്രയും വലിയൊരു ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഫ്രെയിമിൽ ചെറിയ റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ എയർ പ്ലാന്റ്സിന് പകരം ചെറിയ പ്ലാന്റുകൾ വെച്ചിട്ട് ചെറിയ തെർമോക്കോളിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫിക്സ് ചെയ്ത് ഹാങ് ചെയ്താൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അതാകുമ്പോൾ അധികം എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കത്തില്ല. ഇതാകുമ്പോൾ കുറച്ച് റേറ്റ് ആവും, കാരണം ഇത്രയും വരുന്നതല്ലേ. എയർ പ്ലാന്റ്സിന് അത്യാവശ്യം കുറച്ച് റേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ടിലാൻഷ്യ വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിലെ ഒരു ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ എയർ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എയർ പ്ലാന്റ്സ് വെച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ജിഫി പ്ലാന്റ്സോ അല്ലെങ്കിൽ ഇതിൽ വെക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ചകിരിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും നമുക്ക് ചെറിയ ഓർക്കിഡ്സും ഒക്കെ നമുക്കിതിനകത്ത് വെച്ച് നല്ല ഭംഗിയാക്കാൻ പറ്റും. അതിൽ ടൊളുമ്മിയെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിഷ്ടമുള്ള പ്ലാന്റ്സ് വെക്കാം. ഇത് ഞാൻ എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ വെച്ചതാണ്. എയർ പ്ലാന്റ്സ് ആകുമ്പോൾ നല്ല രസമാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പ്ലാന്റ്സ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.